ദേശീയപാത 66 മതിലകം ബൈപ്പാസിൽ കനോലി കനാൽ ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിക്കാത്തത് പ്രദേശവാസികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. ബൈപ്പാസിലൂടെ വാഹനഗതാഗതം ആരംഭിച്ചിട്ടും സർവീസ് റോഡ് നിർമ്മാണത്തിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 6 വരി ദേശീയപാതയുടെ ഇരുവശങ്ങളിലും സർവീസ് റോഡ് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലമുണ്ടായിട്ടും ദേശീയപാത അതോറിറ്റി നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം. മതിലകം പഞ്ചായത്തിലെ കനോലി കനാലിനോട് ചേർന്ന 8ാം വാർഡിലെ കിഴക്കുംപുറം ഭാഗത്താണ് സർവീസ് റോഡ് ഇല്ലാത്തത്. ഇവിടെ താമസിക്കുന്ന 25ഓളം പട്ടികജാതി കുടുംബങ്ങളും ചെറുകിട കർഷകരും യാത്രാ സൗകര്യമില്ലാതെ ദുരിതത്തിലാണെന്ന് നാട്ടുകാർ പറയുന്നു. സർവീസ് റോഡ് ഇല്ലാത്തതിന്റെ സമീപത്തെ അടിപ്പാതകളിലേക്ക് എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. 10 അടിയിലേറെ ഉയരമുള്ള ദേശീയപാതയിലേക്ക് കയറി 6 വരി റോഡ് മുറിച്ചു കടക്കേണ്ട അപകടകരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. വാഹനങ്ങൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഏത് നിമിഷവും വലിയ അപകടം സംഭവിക്കാമെന്ന ആശങ്ക ശക്തമാണ്. സർവീസ് റോഡ് ഉണ്ടെന്നാണ് അവർ പറയണത്. ഇത്ര കാലമായിട്ടും സർവീസ് റോഡിന്റെ ഇത് കാണുന്നില്ല. ഇപ്പൊ ഇവര് ഈ പണിക്കാർ വന്നിട്ട് അവർക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞു. ഞങ്ങൾ എങ്ങനെ കടക്കുപ്പത്? ഒന്നാമത് മര്യാദക്കൊരു വഴിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് കടക്കണ ഒരു കണക്കിനാണ്. 100 സ്പീഡിലാണ് വണ്ടി വരുന്നത്. എല്ലാവരും തടഞ്ഞു നിർത്തി. എന്തെങ്കിലും അപകടം വന്നല്ല ആരുണ്ട് ഇവിടെ ഞങ്ങൾ. ഇത്രയും നാളായിട്ട് റോഡ് പണി കഴിഞ്ഞപ്പോൾ അവർ ലാസ്റ്റ് ഘട്ടത്തിൽ അവർ വയറിങ്ങിന്റെ പണി അടക്കം അവർ കഴിച്ചു പോകണം. ആ നിലയ്ക്ക് ഞങ്ങൾക്ക് ഏത് നിമിഷവും ഞങ്ങൾക്ക് പേടി തന്നെയാണ്. കാരണം ഇപ്പോൾ ആകെ ഒരു ചെറിയ വഴിയാണ്, ഒരു ഓട്ടോറിക്ഷ കടക്കാനുള്ള ഒരു വഴി മാത്രം അവർ ഇട്ടിട്ടുള്ളൂ ഞങ്ങൾക്ക് കിടക്കാൻ. അതുവരെ അടച്ചിട്ട് അത് തുറപ്പിച്ചാണ്. അതും കൂടെ അടച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം അധോഗതി 24 വീട്ടുകാർ കഷ്ടപ്പെടും. ബൈപ്പാസിലെ ഡിവൈഡർ പൂർണ്ണമായി അടച്ചാൽ കനോലി തീരവാസികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ജനപ്രതിനിധികളുടെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ജാഗ്രതക്കുറവാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. TCV ന്യൂസ്, കയ്പമംഗലം.